Hello guys, welcome to market analysis video. മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു റിക്കവറി നമുക്ക് കാണാൻ പറ്റി. നിഫ്റ്റിയിലാണ് പ്രധാനമായിട്ടും ഇന്ന് നല്ലൊരു റാലി നമുക്ക് ബൈയിങ് സൈഡ് കാണാൻ പറ്റിയത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു മാർക്കറ്റ് കുറച്ച് ദിവസം കഴിഞ്ഞ 1 വീക്കിലോളം മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഒന്ന് സെല്ലിംഗ് സൈഡ് വന്നു, നല്ലൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു ഷാർപ്പ് ബൈയിങ്ങിൽ ക്ലോസിംഗ് ആയിട്ടുണ്ട്. എപ്പോഴും ഒരു ഒരു ട്രെൻഡിങ്ങിനെതിരെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു ബൈയിങ് സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ സെല്ലിങ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രെങ്ത്തോടെ ഒരു സെല്ലിങ് തിങ്കളാഴ്ച നമുക്ക് ബൈയിങ് നമുക്ക് കാണാൻ പറ്റിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ചെയ്തത്. അതായത് ഇങ്ങനെ ഒരു ബൈയിങ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതായത് ബൈയിങ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസിങ് തന്നെ നല്ലൊരു ബൈയിങ്ങിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് പ്ലാൻ, നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു ഷാർപ്പ് ബൈയിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാനിങ് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്ന് ബൈയിങ് സൈഡ് ഒരു ട്രേഡ് എടുക്കാമെന്നും മറ്റൊന്ന് സെല്ലിംഗ് സൈഡാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു 10 മണി മുതൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 10 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് ആ സെല്ലിംഗ് സിങ് ഫസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ 1 മണിക്കൂറിനുള്ളിൽ ക്രിയേറ്റ് ആവുന്ന ഫസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റിനെയാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് സെല്ലിംഗ് സൈഡേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിന്ന് മാർക്കറ്റ് കിട്ടും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സൈഡ് വൈസ് ഒക്കെ ആയിട്ട് മാർക്കറ്റ് ചെറിയൊരു സെല്ലിംഗ് സൈഡ് മൂവ്മെൻറ്റ് തന്നു. പിന്നെ ഒരു ബൈയിങ് സിങ്ങിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടാണ് മാർക്കറ്റ് ഇന്ന് കാണാൻ പറ്റിയത്. എങ്ങനെയാണ് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റിയത്, ഏത് ക്യാൻഡിലാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എൻട്രി എന്നും കൂടി ഞാൻ ഇതിൽ പറയാം. ഒന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ഫസ്റ്റ് നല്ലൊരു സ്ട്രെങ്ത്തോടെ ഒരു ബൈയിങ് തന്നു, പിന്നെ അത് കംപ്ലീറ്റ് റിവേഴ്സായി, പിന്നെ ഇവിടെ ഒരു ബൈയിങ് സെല്ലിങ്ങും തമ്മിൽ നല്ലൊരു ഫൈറ്റിംഗ് നടന്നു, പിന്നെ ഒരു സെല്ലിങ്ങിലേക്ക് വന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽ, നിങ്ങൾക്ക് ഈ 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു പൊട്ടൻഷ്യൽ റിവേഴ്സൽ ക്യാൻഡിലാണ്. ഇങ്ങനെയുള്ള ക്യാൻഡിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു റിവേഴ്സൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൺഫർമേഷന് വേണ്ടി ഒന്നും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹാമർ ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, പിന്നെ ഒരു പുൾ ബാക്ക് കിട്ടി, പിന്നെയും മാർക്കറ്റ് അപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇതാണ് ബെസ്റ്റ് ക്യാൻഡിൽ. ഇത് നമുക്ക് ഈ ഒരു ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കൊടുക്കാൻ പറ്റുക. അതിൻ്റെ ലോയിൽ തന്നെ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പോലും നമുക്ക് നല്ലൊരു റാലി, നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഈ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. എനിവേ നമ്മൾ നമ്മുടെ പറഞ്ഞ പ്ലാൻ പ്രകാരം ട്രേഡ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മാർക്കറ്റിൽ ഇന്ന് നടന്നത്. മാർക്കറ്റിൽ ഇന്ന് 2 രീതിയിലാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മൂവ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ എക്സ്പയറി ഡേ ഉള്ള ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയും അല്ലെങ്കിൽ നിഫ്റ്റിയിൽ എക്സ്പയറി ആയാലും ഇങ്ങനെ ഒരു വ്യത്യാസം കാണാനുണ്ട്. സാധാരണ രണ്ടും ഒരുപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ എക്സ്പയറി ഡേ ഇല്ലെങ്കിൽ ഇങ്ങനെ ബാങ്ക് നിഫ്റ്റി തീരെ വളരെ ചോപ്പി മാർക്കറ്റായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഈ ഡേ ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഒരു റിവേഴ്സലാണ് നിൽക്കുന്നതെങ്കിലും നിഫ്റ്റിയിൽ നല്ലൊരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. ഒരു സ്ട്രോങ് റിവേഴ്സൽ പാറ്റേൺ ഒക്കെ നിഫ്റ്റിയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു വീക്ക് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ നമുക്ക് അത്രയും കാണാൻ പറ്റുന്നത് നിഫ്റ്റിയിൽ ഫസ്റ്റ് ഒരു 3 ക്യാൻഡിൽ നന്നായിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി നമുക്ക് ഒന്നും കൂടി വെയിറ്റ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയും കൂടി
ഒന്നും കൂടി സ്ട്രോങ് ആയാൽ മാത്രമേ ഇതൊരു റിവേഴ്സലായിട്ട് നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ഇന്നത്തെ ക്യാൻഡിലും കൂടി വളരെ ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്. സോ ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് റിവേഴ്സൽ ആവുകയാണെങ്കിൽ, ഇനി അടുത്ത ട്രേഡിങ്ങിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും നല്ലൊരു റിവേഴ്സൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് അതുപ്രകാരം തന്നെ നെക്സ്റ്റ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ഫസ്റ്റ് സെല്ലിംഗ് സൈഡ് തന്നെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. കാരണം കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് തന്നെ മാർക്കറ്റ് നിഫ്റ്റിയിൽ തന്നിട്ടുണ്ട്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പുൾ ബാക്ക് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇവിടുന്ന് തുടങ്ങിയ ഒരു റാലിയാണ്, കണ്ടിന്യൂ ആയിട്ട് ഒരു ബൈയിങ് തന്നെയാണ്. മാർക്കറ്റിൽ മേജർ ഒരു പുൾ ബാക്ക് ഉണ്ടായിട്ടില്ല. അത് പ്രകാരം നമുക്ക് ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ട്രേഡിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സെല്ലിംഗ് സൈഡ് ഒരു ട്രേഡാണ് നോക്കുന്നത്. സോ അതിനിപ്പം ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ബൈയിങ് സൈഡാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീക്ക്നെസ് കാണുകയാണെങ്കിൽ അവിടെ ഒരു സെല്ലിങ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ അതാണ് ഫസ്റ്റ്. സോ സെക്കൻഡ് നോക്കാമല്ലോ. സെക്കൻഡ് ഏതായാലും നമ്മൾ സാധാരണ സെല്ലിംഗ് സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സിൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കാരണം മാർക്കറ്റിലൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിവേഴ്സിൽ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നല്ലൊരു സെല്ലിംഗ് ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ആവുന്നതെങ്കിൽ ഒരു റിവേഴ്സിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സെല്ലിങ്സിന് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ വന്നിട്ട് പിന്നെ ഒരു 12 മണിക്ക് ശേഷമൊക്കെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഒക്കെ തന്ന് പിന്നെ റിവേഴ്സ് ആകുകയാണെങ്കിൽ മാത്രം നമുക്ക് റിവേഴ്സിൽ നോക്കാം. സോ അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നിഫ്റ്റിയിൽ ചിലപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ആയിരിക്കും ക്രിയേറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ അത് പ്രകാരം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ ഇന്നത്തെ കാര്യങ്ങളിൽ FI വീണ്ടും 4000 സംതിങ്ങിൻ്റെ സെല്ലിംഗ് ആണ്. DIA മാക്സിമം വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് അത്രയൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. സോ എനിവേ നമുക്ക് ഇനിയും കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം ബൈയിങ് സൈഡ് മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിലും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സോ എനിവേ നമുക്ക് വേറൊരു കാര്യം, ഇന്ത്യ വിക്സ് കുറച്ചൊന്ന് കൂൾ ഓഫ് ആയിട്ടുണ്ട് ഇന്ന്. സാധാരണ ഇന്ത്യ വിക്സ് ഓരോ ട്രേഡിംഗ് ഡേയും നല്ല അപ്പിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് കുറച്ചൊന്ന് ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു വളറ്റൈൽ മാർക്കറ്റിൽ ഒരു കുറവുണ്ടാക്കും. സോ എനിവേ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാൻ വർക്കാവുന്നതൊക്കെ നാളെ വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ പറയാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.